ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വൈകുന്നേര വിശേഷങ്ങളായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. സാധാരണ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കലില്ല, പക്ഷെ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാണ്. അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കലിനൊക്കെ ശേഷം ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ടൈപ്പിൽ ചായ ഉണ്ടാക്കണം. ഒരാൾക്ക് കട്ടൻ ചായയും വേണം, ഒരാൾക്ക് പാൽ ചായയും വേണം. അപ്പോൾ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയ മോൾക്കുള്ള പാലും തിളപ്പിച്ച് വെക്കും. ചായ ഇപ്പം തിളപ്പിച്ച് വെച്ചാലാണ് മൂത്ത മോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തോട്ടും ചായയൊക്കെ ഒന്ന് ചൂടാറി അവൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള ഇതാവുക. അപ്പോൾ ചെറിയ മോൾ നല്ല ഉറക്കത്തിലാണ്. ഓൾ ഉറങ്ങുന്ന ടൈമിലാണ് എനിക്ക് എൻ്റെ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചായ തിളപ്പിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ സിങ്കിലെപ്പോൾ പാത്രം വന്നാലും അതൊക്കെ പെട്ടെന്ന് കഴുകി വെക്കും കേട്ടോ. ഇതാ കഴുകിയ നേരം കൊണ്ട് ഓൾ എണിച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളിയുള്ളത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കും. ഇപ്പോൾ ഇതാ മൂത്ത ആൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട് വന്ന് അവിടെ നിന്ന് കയറുമ്പോഴേ ചോദിക്കും, ഉമ്മ എന്തമ്മ കഴിക്കുകയാണെന്ന്. ഇവളാണെങ്കിൽ ചെറിയ മോള് അവളില്ലാത്ത ടൈമിൽ അവൾ അന്വേഷിച്ച് നടക്കും ഇതിൽ, റിസ 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 എന്ന് വിളിച്ചിട്ട്. അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീരെ അവളടുത്ത് പോവില്ല. അപ്പോൾ അവൾ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ഇവള് കട്ടൻ ചായ കുടിക്കൂല, പാൽ ചായ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ അവൾ ചായ കുടിക്കുമ്പോൾ അവൾ ചോദിക്കണത് എനിക്കെന്താ തരാത്തതെന്ന്. അങ്ങനെ അവൾ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് പോണതാണ്. വൈകുന്നേരം വരുമ്പോൾ ചായ എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്ന് വെയിൽ കണ്ടത്. അപ്പോൾ ബെഡ്ഷീറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകി ഒക്കെ വെയിലത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മടക്കി വെക്കും, ഇവളിത് വലിച്ച് നിലത്തിടും. ഞാൻ മടക്കി വെക്കും, ഇവളിത് വലിച്ച് നിലത്തിടും. ഇത് തന്നെയാണ് പരിപാടി കേട്ടോ. പുള്ളിക്കാരിക്ക് നമ്മൾ മടക്കുമ്പോൾ അത് വലിച്ച് നിലത്തിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ് പുള്ളിക്കാരിക്ക്. അത് എവിടെ തുണി കണ്ടാലും അത് പോയിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ച് നിലത്തിടും. അല്ലാന്നുണ്ടെങ്കിൽ ആ തുണി അവിടെ തന്നെ കിടക്കും. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വൈകുന്നേരവും രാവിലെയും കുറുക്ക് കൊടുക്കും, 2 നേരം ചോറും കൊടുക്കും. ഇവൾക്ക് തീരെ തരി പറ്റൂല. അപ്പോൾ ഞാൻ ഇവൾക്ക് ഇവിടെ റാഗി വീറ്റയാണ് കൊടുക്കണത്. അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അത് കുറുക്കിയിട്ടാണ് കൊടുക്കൽ. ഇതത്ര ഇഷ്ടമുള്ള ഫുഡൊന്നും അല്ല, പക്ഷെ ഞാൻ പിന്നെ എന്തൊക്കെ പണികളുണ്ടെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ള ഫുഡുകൾ കറക്റ്റ് ടൈമിൽ ഞാൻ ഫുഡ് കൊടുക്കും. അവളുടെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെ പണികളുണ്ടെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ള ഫുഡ് കറക്റ്റ് ടൈമിൽ കൊടുക്കും. പിന്നെ ഇപ്പോൾ ആൾക്ക് 1.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ആൾ പതുക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. നടക്കും, പോയി വീഴും, പിന്നെയും വന്ന് നടക്കും. ഇതന്നെയാണ് പരിപാടി. അപ്പോൾ ആളുള്ളതുകൊണ്ടും നല്ലൊരു നേരം പോക്കാണ് നമുക്ക്. ആളുടെ പുറകെ കിടക്കലും ആളെ കാര്യങ്ങൾ ചെയ്യലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു പണി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അവൾ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മദ്രസ ഇട്ട് വന്നപ്പോൾ ഇന്നലെ വെച്ച കപ്പ ഉണ്ടായിരുന്നു. ഇന്നലെ കപ്പ ഒലുത്തിയതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബീഫ് റോസ്റ്റ് ചെയ്ത്. അപ്പോൾ പറഞ്ഞ് എനിക്ക് കപ്പയും ബീഫ് റോസ്റ്റും മതിയെന്ന്. എനിക്കും ഇഷ്ടമാണ് കപ്പയും ബീഫ് റോസ്റ്റും. നല്ലൊരു കോമ്പിനേഷനാണ് ഉണ്ടാക്കുക, കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ.